Yes, welcome back to Xylem Learning മക്കളെ. അപ്പോൾ ഇതാ എക്സാമിന് ഒരുങ്ങാൻ പോകുന്ന മക്കളാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാ പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് 30 മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ഈ ചോദ്യങ്ങൾ നമുക്ക് നാളത്തെ എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻസിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് എന്തായാലും എൻ്റെ മക്കളെ ഇന്ന് മിസ് പറഞ്ഞു തരാൻ പോകുന്ന ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ ഭാഗങ്ങളും എന്ത് ചെയ്യണം, റിവൈസ് ചെയ്ത് ഇവിടുന്ന് തന്നെ പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കാം. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു ഡയഗ്രം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ചാപ്റ്ററിലാണെന്ന്. കുറച്ചുകൂടെ സൂക്ഷിച്ച് നോക്കിയരാമ. അപ്പൊ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നോക്കിക്കേ, തന്നിട്ടുള്ളത് എന്താണ്? ഒരു സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് ആണ് തന്നിട്ടുള്ളത് അല്ലെ. അപ്പം എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, ആൻഡ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്തൊക്കെയാ? നെയിം ദ പാർട്സ് എ ആൻഡ് ബി. വിച്ച് പാർട്ട് ഓഫ് സ്റ്റൊമാറ്റ കോൺസ്റ്റിറ്റ്യൂട്ട് ദ സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ്. ഈസി പീസി ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം ഈ തന്നിട്ടുള്ളത് ആരൊക്കെയാണ് എന്നുള്ളത്. ഈ 1, 2 എന്ന് പറയുന്നത്, എ എന്ന് പറയുന്നത് എന്താ മക്കളെ? ശരിക്കും സബ്സിഡറി സെല്ലാണ്. എ എന്ന് പറയുന്നത് സബ്സിഡറി സെല്ലാണ്. ബി എന്ന് പറയുന്നത് എന്താ? ബീൻ ഷേപ്ഡ് ആയിട്ടുള്ള ഗാർഡ് സെല്ലാണ്. ബീൻ ഷേപ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദിസ് ഇസ് ഡൈക്കോട്ട് പ്ലാന്റ്. ആൻഡ് വിച്ച് പാർട്ട് ഓഫ് സ്റ്റൊമാറ്റ കൺസ്റ്റിറ്റ്യൂട്ട് ദ സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ്. സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് എന്ന് പറയുമ്പോൾ ആരൊക്കെ ഇതിൽ വരും? ഒന്ന് സ്റ്റൊമാറ്റൽ പോറ് വരും, അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഗാർഡ് സെല്ല് വരും, പിന്നെ സബ്സിഡറി സെൽ. ഇത് 3 ആൾക്കാരെയും കൂടെ ഒന്നിച്ചാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അപ്പൊ അത് മറന്നു പോകണ്ട കേട്ടോ. അടുത്തത് given below the diagrammatic representation of particular stage of mitosis. സെൽ സൈക്കിളിൽ നിന്ന് എന്തായാലും ഒരു ഡയഗ്രം നിങ്ങളോട് ചോദിക്കുന്നതാണ്. അപ്പൊ അത് വിട്ട് കളയണ്ട. ഐഡന്റിഫൈ ദ സ്റ്റേജ്, റൈറ്റ് any 2 features of the stage, write any 3 significance of mitosis. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേജ് ആണ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ദിസ് ഇസ് അനാഫേസ്. സ്റ്റേജ് നമ്മുടെ അനാഫേസ് ആണ്. ആൻഡ് ഇതിന്റെ സിഗ്നിഫിക്കൻസും ഇതിന്റെ ഫീച്ചേഴ്സും ആണ് ഇതിന്. അനാഫേസിൽ എന്താ സംഭവിക്കുന്നത്? സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്ത് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്യുന്ന സ്റ്റേജ് ആണ് അല്ലെ. അപ്പൊ സെൻട്രോമിയറിൽ നിന്ന് എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്നു, സിസ്റ്റർ ക്രോമാറ്റിഡ് സെപ്പറേറ്റ് ചെയ്തു, അത് എന്ത് ചെയ്യുന്നു? ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്യുന്നതാണ് നമ്മൾ അനാഫേസിൽ കാണുന്നത്. ഇനി ഇതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് എന്താ മക്കളെ? സെൽ ഗ്രോത്ത്, സെൽ റിപ്പയർ, മെയിൻറ്റെനൻസ് ഓഫ് ന്യൂക്ലിയോപ്ലാസ്മിക് റേഷ്യോ ആൻഡ് റീജനറേഷൻ. ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾ എഴുതണം. സെൽ ഗ്രോത്തിന്റെ ഇത് വലിയ റോൾ ഉണ്ട്, സെൽ റിപ്പയറിങ്ങിന്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയോ സൈറ്റോപ്ലാസ്മിക് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാനും റീജനറേഷനുമാണ് ഇതിന്റെ മെയിൻ സിഗ്നിഫിക്കൻസ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഇറ്റ് ഈസ് ബെറ്റർ ടു കൺസിഡർ റെസ്പിറേറ്ററി പാത്വേസ് ആംഫിബോളിക് പാത്വേ റാദർ ദാൻ ആസ് എ കാറ്റബോളിക് പാത്വേ. അപ്പൊ നമ്മളിപ്പം ഏതൊക്കെ ക്വസ്റ്റ്യൻ കണ്ടു? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്, നമ്മുടെ അനാട്ടമിയിൽ നിന്നാണ്. രണ്ടാമത് സെൽ സൈക്കിൾ എന്ന ചാപ്റ്റർ കഴിഞ്ഞ് സെല്ലിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതാ, ഒബ്സർവ് ദ ആംഫിബോളിക് പാത്വേ ഗിവൻ ബിലോ, റൈറ്റ് ദ നെയിം ഓഫ് കോമ്പൗണ്ട് മാർക്ക്ഡ് ആസ് ABC. തന്നിട്ടുള്ളതിൽ എ എന്താ, ബി എന്താ, സി എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അത് കൂടാതെ തന്നെ എന്ത് ചെയ്യണം? It is better to consider respiratory pathways an amphibolic pathway rather than as a catabolic എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ABC ഒന്ന് കണ്ടുപിടിക്കണം വേണ്ടേ? യെസ്. ഇവിടെ ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ ആവുന്നു, ബിയിൽ സിമ്പിൾ ഷുഗർ ആൻഡ് ഗ്ലൂക്കോസ് ആവുന്നു, അമിനോ ആസിഡ്സ് ആണ് ആയി മാറുന്നത്. അപ്പൊ എന്ത് ഡിവിഷൻ ചെയ്യുമ്പോഴാണ് ഇതിലേക്കായി മാറുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഫാറ്റ് ആണെന്ത്? ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ആയി മാറുന്നത്. ഗ്ലൂക്കോസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സിമ്പിൾ ഷുഗേഴ്സ്, കാർബോഹൈഡ്രേറ്റ് ഡിവൈഡ് ചെയ്താണ് സിമ്പിൾ ഷുഗർ ആയിട്ട് മാറുന്നത് അല്ലെ. അപ്പം ഇവിടെ ആദ്യത്തേതിൽ എന്താ വരിക? ഫാറ്റ്. രണ്ടാമത്തേതില് കാർബോഹൈഡ്രേറ്റ്. മൂന്നാമത്തേത് പ്രോട്ടീൻ ഡിവൈഡ് ചെയ്തിട്ടാണ് അമിനോ ആസിഡ് ആയിട്ട് മാറുന്നത്. അപ്പൊ അത്രയും ആൾക്കാരെ നമുക്ക് കിട്ടി. ഇനി എന്താ? ഇതിന്റെ ആംഫിബോളിക് പാത്വേ അല്ലെ. അതായത് ബോത്ത് അനാബോളിസം സിന്തസിസ് അതുപോലെ തന്നെ കാറ്റബോളിസം ബ്രേക്കിംഗ് ഡൗൺ ആർ ഇൻവോൾവ് ഇൻ റെസ്പിറേറ്ററി പാത്വേ. റെസ്പിറേഷനിൽ നമുക്കറിയാം ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് പൈറുവിക് ആസിഡ് 6 കാർബൺ ബ്രേക്ക് ചെയ്ത് 3 കാർബൺ ആയി മാറുന്നു. അവിടെ ബ്രേക്കിംഗ് പ്രോസസ് ആണ്. എന്നാൽ അത് കഴിഞ്ഞ് അടുത്ത സൈക്കിളിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം കാർബൺ കോമ്പൗണ്ട്സുകൾ തമ്മിൽ ഫോർമേഷൻ നടക്കുന്നുണ്ട്, സിന്തസിസ് നടക്കുന്നുണ്ട് അല്ലെ. അസ്റ്റൈൽ കോഎൻസൈം എല്ലാം കൂടെ ചേർന്ന് സിട്രിക് ആസിഡ് ഫോം ചെയ്യുന്നത് നമുക്കറിയാം. അപ്പം ഈ രീതിയിൽ എന്താണ് ഇവിടെ അനബോളിസം നടക്കുന്നുണ്ട്. സോ ഇറ്റ് ഇസ് ബെറ്റർ ടു കോൾ ഇറ്റ് ആസ് എൻ ആംഫിബോളിക് പാത്വേ. ബോത്ത് പാത്വേ ഉള്ളത് കൊണ്ട് നമുക്ക് പറയാം ഇതൊരു ആംഫിബോളിക് പാത്വേ ആണ് എന്ന്.
The large shield-shaped cotyledon of monocot seed. അതിനെ നമ്മൾ എന്താ പറയാ? സ്ക്യൂട്ടെല്ലം എന്നാണ് പറയുന്നത് കേട്ടോ. സ്ക്യൂട്ടെല്ലം എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻഡോസ്പേം, ഇതാണ് സ്ക്യൂട്ടെല്ലം എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ കോളിയോപ്റ്റൈൽ, ഇവിടെ പ്രിമ്യൂൾ, റാഡിക്കൽ ആൻഡ് കോളിയോറൈസ. ഇതാണ് എൻഡോസ്പേം ഏരിയ എന്ന് പറയുന്നത്. സിംഗിൾ കോട്ടിലഡൻ ആയിട്ട് കാണുന്നത് ഇതാണ് നമ്മുടെ സ്ക്യൂട്ടെല്ലം. മാറി പോകണ്ടാട്ടോ, ഇതാണ് സ്ക്യൂട്ടെല്ലം. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് അല്യൂറോൺ ലെയർ, പ്രോട്ടീൻ ലെയർ ആയിട്ടുള്ള അല്യൂറോൺ ലെയർ കാണാനായിട്ട് സാധിക്കും. ഇപ്രാവശ്യത്തെ ഒരു എക്സ്പെക്ടഡ് മാസ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ പറയുന്നതാണിത്. വാൽവേറ്റ്, അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഈസ്റ്റിവേഷൻ, ഡിഫൈൻ ഈസ്റ്റിവേഷൻ, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഈസ്റ്റിവേഷൻ. ഈസ്റ്റിവേഷൻ എന്ന് പറയുന്നത് അറേഞ്ച്മെന്റ് ഓഫ് പെറ്റൽസ് ആൻഡ് സെപ്പൽസ് ഓൺ ദ ഫ്ലവർ ആണ്. ആൻഡ് ഈ ഓരോ ഐഡന്റിഫിക്കേഷൻ നമുക്ക് ചെയ്യാനുണ്ട്. എ എന്ന് പറയുന്നത് വാൽവേറ്റ് ആണ്, ബി എന്ന് പറയുന്നത് ട്വിസ്റ്റഡ് ആണ്, സി ഇംബ്രിക്കേറ്റ് ആണ്, ആൻഡ് ലാസ്റ്റ് വൺ ഇസ് വെക്സിലറി ഓർ പാപ്പിലോണേഷ്യസ്. അപ്പം ഈ ഡയഗ്രാം തരാം, അല്ലെങ്കിൽ ഈ ഡയഗ്രാം തരാം. ഇതിൽ ഏത് വന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം? ഈസ്റ്റിവേഷൻ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. അടുത്ത് നോക്കിക്കേ, ബേസ്ഡ് ഓൺ ദി പൊസിഷൻ ഓഫ് സെൻട്രോമിയർ ക്രോമസോംസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 4 ടൈപ്സ്. 4 ടൈപ്സിൽ ക്ലാസിഫൈ ചെയ്യാം. നെയിം ദ 4 ടൈപ്സ് ഓഫ് ക്രോമസോം. വാട്ട് ഇസ് എ സാറ്റലൈറ്റ്? 4 ടൈപ്പിൽ നമുക്ക് എന്ത് പറയാം? ക്രോമസോംസിനെ പറയാം. മെറ്റാസെൻട്രിക് ക്രോമസോം, അതുപോലെ തന്നെ സബ് മെറ്റാസെൻട്രിക് ക്രോമസോം, acrocentric chromosome, then telocentric chromosome. 4 type chromosomes are based on the position of centromere. Criteria centromere position ആണ്. സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡറി കൺസ്ട്രക്ഷൻ ആണ് അല്ലേ? നോൺ സ്റ്റെയിനിങ് secondary construction in some chromosomes gives the appearance of small fragment at the end of chromosome. In chromosome എൻഡിലായിട്ട് ചെറിയൊരു സ്മോൾ ഫ്രാഗ്മെന്റ്സ് നമുക്കായിട്ട് കാണാൻ പറ്റും സെക്കൻഡറി കൺസ്ട്രക്ഷൻ ആയിട്ട്. അതാണ് എന്ത്? നമ്മുടെ ഈ തന്നിട്ടുള്ള സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതും ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു നോക്കി. ഇതാണ് നമ്മുടെ 4 ക്രോമസോം. മെറ്റാസെൻട്രിക് ആണ് ഫസ്റ്റ് നിങ്ങൾ കാണുന്നത്. മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക്, ആക്രോസെൻട്രിക് ആൻഡ് ടീലോസെൻട്രിക്. ഡിഫൈൻ ഇൻഫ്ലോറസൻസ്, ഡിഫറൻഷിയേറ്റ് റെസിമോസ് ആൻഡ് സൈമോസ് ഇൻഫ്ലോറസൻസ് ആണ്. ഇൻഫ്ലോറസൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലവേഴ്സ് ഓൺ ദി ഫ്ലോറൽ ആക്സസ് ആണ് അല്ലെ. ഫ്ലവേഴ്സിന്റെ കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ക്ലസ്റ്റർ ആണെങ്കിൽ അതിന്റെ ഫ്ലവറിന്റെ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ പറയുന്നത്. സോ റെസിമോസും അതുപോലെ തന്നെ സൈമോസും ഉണ്ട്. മെയിൻ ആക്സസ് കണ്ടിന്യൂസ് ടു ഗ്രോ ആൻഡ് അക്രോപിറ്റൽ സക്സഷൻ ആണെങ്കിൽ അത് റെസിമോസ് ആണ്. സൈമോസ് എന്ന് പറയുമ്പോൾ മെയിൻ ആക്സസ് ടെർമിനേറ്റ് ഇൻ എ ഫ്ലവർ, സോ ഇറ്റ് ഇസ് എ ബേസിപിറ്റൽ സക്സഷൻ. കഷിയ ഒരു എക്സാമ്പിൾ ആണ് ഫോർ റെസിമോസ്. സൈമോസിന്റെ എക്സാമ്പിൾ ജാസ്മിൻ നമുക്ക് പറയാവുന്നതാണ്. Identify the type of vascular bundles labeled as A and B. Write any 2 features of each vascular bundle. ഇവിടെ തന്നിട്ടുള്ളതിൽ കണ്ടോ xylem flowing തന്നിട്ടുണ്ട്. A എന്ന് പറയുന്നത് എന്താണ്? റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ. ബി എന്ന് പറയുന്നത് കൺജോയിന്റ് ഓപ്പൺ വാസ്കുലാർ ബണ്ടിലാണ്. കാരണം ഇതിന്റെ ഇടയിൽ കാമ്പിയം ഉള്ളത് കൊണ്ട് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പഠിക്കാം. റേഡിയൽ എന്ന് പറയുമ്പോൾ എന്താണ്? xylem and phloem are arranged in an alternate manner at a different radii ആണ് present in roots. കൺജോയിന്റ് ഓപ്പൺ എന്ന് പറയുമ്പോഴോ സിറ്റുവേറ്റഡ് ഇൻ ദ സെയിം റേഡിയസ് ആണ്. കാമ്പിയം പ്രസന്റ് ആണ്, അതുകൊണ്ട് തന്നെ എൻഡാർക്ക് ആണ്. കൺജോയിന്റ് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ സെക്കൻഡറി ഗ്രോത്തും കാണിക്കും. ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ പ്രത്യേകതയാണ് കൺജോയിന്റ് ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ. സോ വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റത്തിൽ റേഡിയലും അതുപോലെ തന്നെ ഈ കൺജോയിന്റ് ഓപ്പണിന്റെ ഡയഗ്രാം എന്ത് ചെയ്യുക? പഠിച്ചിട്ട് പോവാം. Calvin cycle represents the main events in the dark reaction. Name the 3 main stages of Calvin cycle. What is the main product of Calvin cycle? കാൽവിൻ സൈക്കിൾ ആണ് ഇവിടെ പറയുന്നത്. C3 പാത്വേ 3 സ്റ്റെപ്പ്, കാർബോക്സിലേഷൻ, റിഡക്ഷൻ ആൻഡ് റീജനറേഷൻ ആണ്. വൺ ഓഫ് ദി എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഓൾ ഫോട്ടോസിന്തറ്റിക് പ്ലാന്റ് C3 or C4 ഇത് നടക്കുന്നതാണ്. ആൻഡ് RUBP കാർബോക്സിലേഷൻ നടക്കുമ്പോൾ CGPA ആകും, 3 PGA ആകുന്നു. ആൻഡ് അവിടുന്ന് റിഡക്ഷൻ നടക്കുമ്പോൾ ട്രൈസ് ഫോസ്ഫേറ്റ് ഫോർമേഷൻ നടന്ന് വീണ്ടും റീജനറേഷൻ നടന്ന് RUBP ഫോം ചെയ്യാണ്. സോ 3 സ്റ്റെപ്പ് ഓർത്തോളൂ. കാർബോക്സിലേഷൻ, റിഡക്ഷൻ ആൻഡ് റീജനറേഷൻ ആണ് എന്ത് കാൽവിൻ സൈക്കിളിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് കാർബോക്സിലേഷൻ ഓഫ് RUBP, റിഡക്ഷൻ ആൻഡ് ലാസ്റ്റ് എന്ത് ചെയ്യുന്നു? ഈ ഒരു റീജനറേഷൻ പ്രോസസ് ആണ് വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദ ഗിവൺ ഫിഗർ ഓഫ് ദി സെൽ സൈക്കിൾ. Write the name of phase marked as A and B. Write one important event in A and B. അപ്പൊ ഇതിൽ G1 AB ആണ്. G1 കഴിഞ്ഞു കഴിഞ്ഞാൽ S phase ആൻഡ് G2 phase ആണ് വരുന്നത്. ആൻഡ് ഇവിടെ പറഞ്ഞിട്ടുള്ളതിൽ എന്താ? റൈറ്റ് വൺ ഇമ്പോർട്ടന്റ് ഇവന്റ് ഇൻ A and B പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? S phase സിന്തസിസ് അല്ലെങ്കിൽ റെപ്ലിക്കേഷൻ ആണ് നടക്കുക. അതുകൊണ്ടാണ് നമ്മൾ അതിന് സിന്തസിസ് ഫേസ് S phase എന്ന് പറയുന്നത്. പിന്നെയോ പ്രോട്ടീൻസ് ആർ സിന്തസൈസ്ഡ് ഇൻ പ്രിപ്പറേഷൻ ഫോർ മൈറ്റോസിസ് ആൻഡ് സെൽ ഗ്രോത്ത് കണ്ടിന്യൂസ് അല്ലെ. പ്രോട്ടീൻസ് ഉണ്ടാക്കുന്ന ഫേസ് ആണ് G2 phase ആൻഡ് ഓൾസോ എന്താണ്? പ്രിപ്പറേഷൻ ഫോർ മൈറ്റോസിസ് ആൻഡ് സെൽ ഗ്രോത്ത് കണ്ടിന്യൂസ്.
The figure shown below is a diagrammatic view of an important phase of mitosis. Identify the phase. What are the key events occurring during the phase? തന്നിട്ടുള്ളത് metaphase ആണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? Spindle fibers centromere kinetochore attach ചെയ്ത് chromosomes എന്ത് ചെയ്യുന്നു? Move to the spindle equator. Equatorലേക്ക് ഈ chromosomes align ചെയ്യുന്നു. ആ equatorial plane align ചെയ്ത് നിൽക്കുന്ന phase ആണ് ഇത് metaphase എന്ന് പറയുന്നത്. Okay, given below the diagram of cell organelle, identify the organelle, write to function. Ara Golgi apparatus ആണ്. Packaging of material and important site for production of glycoproteins and glycolipids. ഇത് രണ്ടും മറന്നു പോകരുത്. Packaging of glycoprotein and glycolipid. Which among the following is an example of flagellated protozoan? Flagella ഉള്ള ഒരു protozoan ഇതിൽ ഏതാണെന്നാണ് അമീബ, ട്രിപ്പനോസോമ, പാരമീസിയം ആൻഡ് പ്ലാസ്മോഡിയം തന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലജല്ല ഉള്ളതിൽ ഇത് ഏതാണ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ പറയുന്നത് ഏതാണ്? പ്രോട്ടോസോ ആണ്, പ്രൊട്ടിസ്റ്റയിലെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇതിൽ നമ്മൾ സ്പോറോസോവൻസിലാണ് നമ്മൾ ഈ പറയുന്ന ഡിഫറെൻറ്റ് പ്രോട്ടോസോവസ് പഠിക്കുന്നത്. അപ്പോൾ ഫ്ലജല്ലേറ്റഡ് ഏതാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തരും. സോ ഇതെന്തായാലും എന്ത് ചെയ്യണം? ആൻസർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയുന്നത്. കാരണം നമ്മൾ സീലിയേറ്റഡ് പ്രോട്ടോസോവൻ, ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ ഒക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ ഇത് ഏതാണെന്ന് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫീച്ചർ ഇസ് ആപ്ലിക്കബിൾ ടു ബാക്ടീരിയോഫേജസ്? Okay, they are bacterial viruses. They have double-stranded DNA as genetic material. Protein code is called capsid. അപ്പം ഈ തന്നിട്ടുള്ളതിൽ ബാക്ടീരിയോഫേജിനോട് ഫോളോ ചെയ്യുന്ന ഫീച്ചേഴ്സ് ഏതാണെന്നാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ബാക്ടീരിയ വൈറസിനെ കോസ് ചെയ്യുന്ന ബാക്ടീരിയ ആണ് ബാക്ടീരിയൽ ഫേജസ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ഹാവ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA ജനറ്റിക് മെറ്റീരിയൽ. പ്രോട്ടീൻ കോട്ട് ഇസ് കോൾഡ് ക്യാപ്സിഡ് എന്ന് പറയുന്നുണ്ട്. 3 സ്റ്റേറ്റ്മെന്റ് നമുക്ക് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം. ബാക്ടീരിയൽ വൈറസ് ആണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ആൻഡ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണെന്ന് നമുക്കറിയാം. വൈറസിന്റെ ചുറ്റുമായിട്ട് അതായത് ഒരു കാര്യമുള്ളൂ. വൈറസ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഒരു ജനറ്റിക് മെറ്റീരിയലും ചുറ്റും ഒരു പ്രോട്ടീൻ കോട്ടുമാണ്. ആ പ്രോട്ടീൻ കോട്ടിന്റെ പേരുമാണ് എന്താ? ക്യാപ്സിഡ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യാം? ഓൾ ഓഫ് ദി അബോവ് ചൂസ് ചെയ്യാം. മാച്ച് ദ ഫോളോയിങ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. റെഡ് ആൽഗി, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ് ആൻഡ് ജിംനോസ്പേം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ഇതൊന്ന് മാച്ച് ചെയ്യാം. സോ റെഡ് ആൽഗയിലാണ് ഫ്ലോറിഡീൻ സ്റ്റാർച്ച് കാണാൻ പറ്റുക. ദെൻ ജിംനോസ്പേമിൽ നമുക്ക് മൈക്കോറൈസൽ അസോസിയേഷൻ കാണാം. ടെറിഡോഫൈറ്റ്, പ്രോത്താലസ്, ബ്രയോഫൈറ്റ് ആണ് ഇത് പ്രോട്ടോണിമ എന്ന് പറയുന്നത് അല്ലേ? സോ എല്ലാം കറക്റ്റ് ആയിട്ട് ഇതുപോലെ മാച്ച് ചെയ്താൽ മതി. സോ മാച്ച് ഫോളോയിങ്ങും ഐഡന്റിഫിക്കേഷൻ ഒക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരും. സോ ഇന്നിപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യണം? നല്ലോണം തന്നെ വായിച്ച് റിവൈസ് ചെയ്യുക. ആൻഡ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പം സീ യു സൂൺ.